ഞങ്ങളുടെ പാലുകാച്ചിനേക്കുള്ള അവസാനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അണ്ണനാണ് ബസ് കയറുന്നിടത്തോട്ട് കൊണ്ടുപോയിട്ടത്. ഇത് ഞാൻ 10ൽ വരെ പഠിച്ച സ്കൂളായിരുന്നു. കുറേ നാളായി അവിടോട്ടൊക്കെ പോയിട്ട്. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആയി. അങ്ങനെ അതൊക്കെ നോക്കി ബസ്സിലൊക്കെ കയറി. ബസ്സിൽ ആദ്യമൊക്കെ തിരക്കില്ലായിരുന്നു. പിന്നെ ബസ്സിൽ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. പള്ളിയുടെ അടുത്ത് കൊണ്ടുവന്ന് കുറേ നേരം നിർത്തി. അവിടെ നിന്നായിരുന്നു ആൾക്കാരൊക്കെ കുറേ കയറിയത്. അങ്ങനെ ഞങ്ങൾ അടൂരെത്തി. അവിടെ നിന്നൊരു മെഡിക്കൽ സ്റ്റോറിൽ പോയി ജീച്ചേട്ടനുള്ള മരുന്നൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ SM പോയി. SM കയറിയപ്പോഴേ ക്യാഷ് എന്ന് കണ്ടപ്പോൾ ഡ്രസ്സ് എടുക്കാനുള്ള മൂടൊക്കെ അങ്ങ് പോയി. പിന്നെ ഞങ്ങൾ കുറേ ചവിട്ടി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നോക്കി. എന്നിട്ട് അവിടുന്ന് കുറേ നോക്കി. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇറങ്ങി. ഈ ആൻറ്റി എനിക്കറിയാം, വീടിൻ്റെ അടുത്തുള്ളതാണ്. പക്ഷെ ഞാനും അങ്ങോട്ട് പോയി മിണ്ടിയില്ല, ഇങ്ങോട്ടും വന്ന് മിണ്ടിയില്ല. പിന്നെ അവിടുന്ന് ദിയയിൽ തുണി തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വാങ്ങാനായിട്ടൊക്കെ പോയി. അവിടെ പോയി ഡ്രസ്സൊക്കെ ഇട്ട് നോക്കണമായിരുന്നു. ഇതൊക്കെ നോക്കിയിട്ട് ഞങ്ങളുടെ തൃശ്ശൂർ ബേക്കറിയിൽ പോയിട്ട് മുട്ട പപ്സും ഷാർജയൊക്കെ കുടിച്ചു. അവിടുന്ന് ഷാർജയൊക്കെ കുടിച്ചിട്ട് ഒരു ഓട്ടോ കയറി TV നോക്കാനായിട്ട് കടയിൽ പോയി. കടയുടെ പേര് മറന്നുപോയി. അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കടയിൽ പോയി ഓക്സിജനിലാണ് പോയത്. അവിടെ പോയി TV ഒക്കെ നോക്കി. അവിടെ TV നോക്കാനായിട്ട് ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അവർ TVയെ പറ്റി കുറേ പറഞ്ഞു. ഇതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ആ പുലിയെ കാണിച്ചിട്ടുള്ള TVയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. എന്നിട്ട് അവിടുന്ന് ഇറങ്ങി തിരിച്ച് നടന്ന് ഞങ്ങൾ വീണ്ടും കടയിൽ പോയി. ആദ്യമേ ആശാ ഫാൻസിയിൽ പോയിട്ട് കുറച്ച് സാധനമൊക്കെ നോക്കി. അവിടുന്ന് നോക്കിയിട്ട് അവിടുന്ന് ഒന്നും വാങ്ങിയില്ല. ഒന്നും വാങ്ങാതെ ഇറങ്ങി ബഡാ ബസാറിൽ പോയിട്ട് ഒരു കണ്ണെഴുതുന്ന സാധനമൊക്കെ വാങ്ങി. എന്നിട്ട് അവിടുന്ന് ബില്ലൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ ചോയ്സിൽ പോയി. അവിടെ ബാക്ക് ടു സ്കൂളിൻ്റെ ഭയങ്കര കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ സാധനം ഭയങ്കര ക്യൂട്ടായതുകൊണ്ട് കുറേ ഇഷ്ടപ്പെട്ടു, വാങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി. അവിടെ അപ്പോഴത്തേനും ഞാൻ ഒരു വഴിക്കായി. ആവിയൊക്കെ എടുത്ത് നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ വന്നു ബസ്സിന് കയറി. ഞങ്ങൾ ആ ബസ്സിനായിരുന്നു കയറുന്നത്, പത്തനാപുരത്തോട്ടുള്ള. ഇതിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. നല്ല പാട്ടൊക്കെ ഇട്ട് പോയി. അവിടുന്ന് ചേച്ചി 200 രൂപ തന്നിട്ട് ലല്ലു പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവിടെ നിന്നൊന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ഇ-മാർട്ടിൽ വന്നു. അവിടുന്ന് കുറേ സാധനമൊക്കെ നോക്കി. അവിടെ എത്തിയപ്പോഴത്തേനും ക്ഷീണിച്ച്. അവിടെ വെച്ച് ലല്ലു പറഞ്ഞ 2 സാധനമാണ് ഇത് രണ്ടും. പിന്നെ അതൊക്കെ വാങ്ങി. പിന്നെ അതെല്ലാം ബില്ല് ചെയ്തിട്ട്